ഹലോ, അങ്ങനെ ഇതാ പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 1 മൂന്നാർ ട്രിപ്പ് കാണാത്തവർ ഒന്ന് കാണണേ, എന്നിട്ട് വേണം ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളുക്കുമല പോയി തിരിച്ച് വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മൂന്നാർ ടൗണിൽ ഒരു ഹോട്ടലിൽ കയറിയേക്കാണ്. ഈ ഒരു ഹോട്ടലിൽ ഒരു പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ എല്ലാ വട്ടവും മൂന്നാർ വന്നാലും എവിടെ വന്നാലും ഈ ഒരു ഹോട്ടലിലാണ് ചായ കുടിക്കാനായിട്ട് കയറാറ് കേട്ടോ. എനിക്കത് നല്ല ഓർമ്മയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടലിനോട് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എപ്പോഴും മനസ്സിൽ നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നല്ല ചൂട് പൂരിയും ഇഡ്ഡലിയും പൊറോട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിത്തേട്ടനും പൊറോട്ടയാണ് കഴിച്ചത്. തമ്പുരുകുട്ടിക്ക് പൂരി നല്ല ഇഷ്ടമായി കേട്ടോ. കുറച്ച് കഴിച്ചു എന്ന് പറയാൻ. പിന്നെ ഒരുപാട് പൂരി കഴിച്ചാൽ തല കിറുങ്ങിയ പോലെയായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ കഴിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് വീണ്ടും യാത്ര തുടർന്നു. കൊളുക്കുമലയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോണത് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് കേട്ടോ. അവിടെ വേറെ ഏത് ഭാഗത്തേക്കാണ് പോവുക, ഏത് പ്ലേസിലോട്ടാണെങ്കിൽ ഏത് സ്പോട്ടിലോട്ടാണ് പോവുകയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് അധികം ദൂരം പോകാനും പറ്റില്ല, ഒരുപാട് സ്ഥലത്തും പോകാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തും വേണം കേട്ടോ. പിറ്റേ ദിവസം എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ ചേട്ടന് ജോലിയുണ്ട്, ഇടത്തേക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പെട്ടെന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് എവിടെയാണ് പെട്ടെന്ന് പോകാൻ പറ്റുക അവിടേക്ക് പോകാമെന്നായിരുന്നു കേട്ടോ. ആദ്യം മധുരപ്പള്ളി പോകുന്ന വഴിക്ക് അവിടെ കയറാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പറഞ്ഞു അവർ ഏട്ടനും ഒരു പണ്ട് കുറച്ച് മുന്നേ അവരെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അവിടെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി കുറച്ച് നേരം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് നിന്നു. അപ്പോൾ അവിടെ മറ്റേ തേയിലയുടെ ഇത് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് വീഡിയോ എടുത്തു. പിന്നെ തമ്പുരുകുട്ടിയുടെയും പാറുകുട്ടിയുടെയും പാലും കുപ്പി കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് പാൽ കൊടുക്കാനായിട്ട് ഇതാ പാലും കുപ്പി കഴുകാനൊക്കെ നിന്നു. ഇനി വെള്ളച്ചാട്ടം കാണാനാണ് പോണേന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ടോ. വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ റെഡി ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളും നല്ലൊരു സ്പോട്ടാണല്ലോ പറഞ്ഞ് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടോ. അപ്പോൾ പറഞ്ഞു ഇടത്തി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിത് കൈ കോർത്തിട്ടും പറന്നിട്ടൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. എന്നിട്ട് അത് സ്ലോമോലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്, അതങ്ങ് ഇതിൽ ചേർത്തു. പിന്നെ ഇതാ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും വണ്ടിയിലോട്ട് കയറാണ്. കുറച്ച് റെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കേട്ടോ. എല്ലാ പ്രാവശ്യം എവിടെ പോയാലും ഛർദ്ദിച്ച് വണ്ടിയിൽ ഫുൾ ടൈം ഉറങ്ങുന്ന ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഫുൾ ആക്റ്റീവായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കഴിച്ചിരുന്ന ആ മരുന്നൊന്ന് മാറ്റി പിടിച്ച് വേറെ മരുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇനി എന്തായാലും അത് കഴിക്കണം. അപ്പോൾ നമ്മളിത് വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടേക്ക് നടന്ന് പോവുകയാണ്. ഇതെവിടെ ഈ വെള്ളച്ചാട്ടം എന്നൊന്നും ആരും കമൻറ്റ് ഇട്ടേക്കരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് അറിയില്ല ഇത് ഏതാ വെള്ളച്ചാട്ടം എന്ന്. ജിതിയേട്ടനോട് ചോദിച്ചപ്പോൾ ജിതിയേട്ടനും അറിയില്ല, പിന്നെയല്ലേ ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇതേതോ ഒരു വെള്ളച്ചാട്ടമാണെന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് അവരൊക്കെ എന്നെ നോക്കുമായിരുന്നു. അവരുടെ മനസ്സിൽ ഞാനേതോ വലിയ വ്ളോഗറാണ്, പക്ഷേ എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ ഏത് വ്ളോഗറാണെന്നും എവിടുത്തെ വ്ളോഗറാണെന്നൊക്കെ. നമ്മളെ വ്ളോഗ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങും തോറും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗി കൂടി വരിക എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. തോർത്ത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെയാണ് അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഏടത്തിയും പോയിട്ട് വണ്ടിയിൽ നിന്ന് ഡ്രസ്സും എല്ലാ ഐറ്റംസും എടുത്തിട്ട് റിട്ടേൺ വീണ്ടും വന്നു കേട്ടോ. തമ്പുരുക്കുട്ടീനായിട്ട് ഇതേ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ നോക്കാനായിട്ട് 2-3 പേരൊക്കെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വീസിലടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള പണിഷ്മെൻ്റൊക്കെ കിട്ടി. അപ്പം നമ്മളിതേ മെല്ലെ ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് മുങ്ങാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. തൊട്ട് താഴെ നല്ല അടിപൊളിയായിട്ട് മുങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. വെള്ളം കണ്ടപ്പോൾ തമ്പുരുക്കുട്ടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കുറേ നേരം വെള്ളത്തിലിരുത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വയ്യാണ്ടാവോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പിന്നെ വല്ലപ്പോഴല്ലേ ഇതുപോലെ ട്രിപ്പൊക്കെ വരാറുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് വയ്യാണ്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയാം. പക്ഷെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്കാര്യം അതോ ഗതിയാണ് കേട്ടോ. പിന്നെ എന്താ ജിതേട്ടൻ ഞങ്ങളെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ. പക്ഷെ അതിനൊപ്പം തന്നെ തമ്പുരുക്കുട്ടീനെ പിടിക്കുന്നുണ്ട്. കാരണം ഒഴുക്കിൽപ്പെട്ട് അവളെങ്ങാനും പോയാൽ പണി പാളുമല്ലോ. അതുകൊണ്ട് അവളെ ഞങ്ങൾ മുറുക്ക പിടിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. തമ്പുരുക്കുട്ടിയാണെങ്കിലോ വെള്ളത്തിൽ ഗംഭീര കളിയായിരുന്നു. കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ഞാൻ ഇവളെ അവിടെ നിന്ന് എടുക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ.
അപ്പോൾ അത് ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇരുന്നു. ഏടത്തിയും ഏട്ടനും താഴെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. പിന്നെ ഏടത്തിയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ വെള്ളത്തിൽ കളിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് സെറ്റപ്പ് ആയപ്പോൾ പിന്നെ താഴോട്ട് ഇറങ്ങാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ എല്ലാവരും കൂടെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു കുട്ടികളെ ഇറക്കുമ്പോൾ അവർ ഞങ്ങൾ ചീത്ത പറയുന്നു, പക്ഷെ കുഴപ്പമില്ല, അവരെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഗംഭീര കളിയായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. വിറയലെന്നൊക്കെ പറയണ പോലെ നല്ല തണവായിരുന്നു. എങ്ങനെയാണ് അവ 2 പിള്ളേർ അതിൽ കിടന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. തമ്പുരുക്കുട്ടിക്ക് ആദ്യം മാത്രം പ്രശ്നം ഉണ്ടായുള്ളൂ, പിന്നെ അവൾ നല്ല കളിയായിരുന്നു കേട്ടോ. ഇവരൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്കും വെള്ളത്തിലോട്ട് ഇറങ്ങാനൊരു പൂതിയിട്ട്, അപ്പം ഞാനും ഇടത്തും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിലോ ജിതേട്ടൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ജിതേട്ടൻ എങ്ങാനും അസുഖം കൂടുമോ എന്നുള്ള പേടിയാണ്. ഇപ്പം തന്നെ ചെറിയ ബുദ്ധിമുട്ടും ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ജിതേട്ടൻ ഞാൻ വീഡിയോ എടുത്തോളാം, നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ജിതേട്ടനും കൂടെ ഇറങ്ങുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. വീഡിയോ ആരും എടുത്തില്ലെങ്കിലും ഒരുമിച്ച് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ രസമല്ലേ. പക്ഷേ ജിതേട്ടൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നു. പിന്നെ ഞാനും തമ്പുരുക്കുട്ടിയും മെല്ലെ വെള്ളത്തിലോട്ട് മെല്ലെ ഇങ്ങനെ ഇറങ്ങി അറ്റം വരെ എത്താനുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും പേടി കുടുങ്ങി, ഞങ്ങൾ വീണ്ടും കരയ്ക്ക് കയറി എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വെള്ളത്തിൽ ഗംഭീര കളിയായി. ജിത്തുവേട്ടനാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് അധികം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏടത്തി ചീത്ത പറയായിരുന്നു, ഇങ്ങോട്ട് കയറി വാ എന്ന്. അത്രയും പേടിയാണ് കേട്ടോ, നല്ല ഒഴുക്കായതുകൊണ്ട്. പക്ഷേ ജിത്തുവേട്ടൻ തൊട്ട് അപ്പുറത്ത് നിന്ന് ഗംഭീര കുളിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഗംഭീര നീരാട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ളായി കുളിച്ച് കയറിയത് ജിത്തുവേട്ടൻ മാത്രമാണ് കേട്ടോ. ഞങ്ങൾ പകുതി മാത്രം നനഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തണവായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറി ഇതേ ഞങ്ങൾ വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോവാൻ നേരമാണ് അവിടെ ഒരു ചേച്ചി ഇതേ മാങ്ങയും പൈനാപ്പിളൊക്കെ ചെത്തിയിട്ട് വെച്ചിട്ടുണ്ട് വിൽക്കാൻ. അപ്പോൾ അതും കൂടെ മേടിച്ചു. ഇനി ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. സമയം ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതേ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. കണ്ണൂർ കിച്ചൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ നിർത്തിയത് കേട്ടോ. അതിനുള്ളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഒരുപാട് ചോക്ലേറ്റ് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല വലിയ മീനൊക്കെ അവർ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. വലിയ മീനുകളായിരുന്നു. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് കേട്ടോ. പക്ഷെ അതിൻ്റെയൊക്കെ റേറ്റ് ഒടുക്കത്തെ റേറ്റാണ് കേട്ടോ. നമ്മളുടെ കുക്കിൽ ഒതുങ്ങാവുന്ന അത്ര പോലെയല്ല. പിന്നെ ഞങ്ങളിതേ ബീഫിൻ്റെ കിഴി ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അവർ സെർവ് ചെയ്തിട്ടൊക്കെ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ എനിക്ക് വലിയ ഒരു ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. നമ്മളവിടെ കിട്ടുന്ന ഫുഡിൻ്റെ അത്ര പോലും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുഴപ്പമില്ല എന്ന് മാത്രം പറയാം. ഫുള്ള് ടേസ്റ്റിന് നല്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ മാത്രമല്ല കേട്ടോ. എങ്ങനെയൊക്കെയോ കഴിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും കുഴപ്പമില്ല. വിശപ്പായതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. പക്ഷെ അവിടെ ചായയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കേണ്ടതെന്ന് കരുതി അതൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ട്രിപ്പ് അവസാനിച്ചേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ 2 പാട്ടും കാണണേ.